ജീവിതം പല പ്രയാസം മനുഷ്യന് നൽകും. ചില പ്രയാസങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ജീവനൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ചിലരെത്തും. ഇത്തരം വാർത്തകൾ ഒട്ടേറെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാരുടെയെങ്കിലും അവഹേളനത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്നോ കടബാധ്യതയെ തുടർന്നോ ഒക്കെയായിരിക്കും. പക്ഷേ എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അത് ജീവനൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? തീർച്ചയായും ഇതൊരു അന്യായമായ തീരുമാനം തന്നെ. മനുഷ്യന് ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അവരവരുടെ ജീവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു തന്നെ പറയാം. ആ ജീവനെയാണ് വെറുതെ തുച്ഛമായ ന്യായമല്ലാത്ത കാര്യത്തിന് വേണ്ടി ത്യജിക്കുന്നത് ചിലർ. ഇത്തരം വാർത്തകൾ വലിയ വിഷമമാണ് ഇത് കണ്ടു നിൽക്കുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത്തരമൊരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. 18 വയസ്സുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കിയ നിലയിൽ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. കോട്ടയം പാലായിലാണ് ഇത്തരം വിചിത്രമായ ഒരു ജീവനൊടുക്കൽ ഉണ്ടായിട്ടുള്ളത്. 18 വയസ്സുള്ള നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ കോട്ടയം പാല സ്വദേശി സാജൻ്റെ മകൾ ശില്പയാണ് ഇത്തരമൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കാരണമാണ് കേട്ടവരെയൊക്കെ ഞെട്ടിപ്പിച്ചത്. ഇന്നലെയാണ് വീട്ടിനുള്ളിൽ 18 വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് ആദ്യം ഓർത്തു വെക്കേണ്ട കാര്യമാണ്. ശേഷം ശില്പയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയവർക്ക് അത് ഒരിക്കലും നെട്ടൽ മാറാത്ത ഒരു അവസ്ഥയാണ് അവർക്ക് നൽകിയത്. ആത്മഹത്യാക്കുറിപ്പിൻ്റെ ഉള്ളടക്കമാണ് ഇത്തരത്തിൽ സർവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ പ്രണയനൈരാശ്യത്തിലോ മറ്റു വല്ല ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മനുഷ്യർ ജീവനൊടുക്കുന്നത് സർവ്വസാധാരണയായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശില്പ എന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ഈ 18 വയസ്സുകാരി ചെയ്തത് സർവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. 8ാം വയസ്സ് മുതൽ താൻ പ്രണയിക്കുന്നത് മറ്റാരെയുമല്ല, മരണത്തെ തന്നെ. 8ാം ക്ലാസ് മുതൽ തന്നെ 2 വട്ടം ജീവനൊടുക്കുവാൻ ശില്പ ശ്രമിച്ചു എന്നും പക്ഷേ അതിന് തനിക്ക് കഴിഞ്ഞില്ല എന്നും മരണത്തെ പ്രണയിക്കണമെന്നുമാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഈ പെൺകുട്ടി എത്തിയത് എന്നും ഇത്തരത്തിൽ മരണത്തെ പ്രണയിക്കുവാനുള്ള മാനസികാവസ്ഥ എങ്ങനെയാണ് ഈ ശില്പ എന്ന 18 വയസ്സുകാരിക്കുണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒട്ടേറെ പ്രണയകഥകളും ജീവിത നൈരാശ്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ മരിക്കണമെന്ന് ആഗ്രഹിച്ച് ആത്മഹത്യ തിരഞ്ഞെടുത്ത മറ്റൊരു വാർത്ത ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു. വിവേകവും ബുദ്ധിയുമുള്ള ഏതൊരു മനുഷ്യനാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്കെത്താൻ കഴിയുക? 8ാം ക്ലാസ് മുതൽ താൻ മരണത്തെ പ്രണയിക്കുന്നു. 2 തവണ ഞാൻ ജീവനൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ 3ാം തവണ വിജയം പ്രാപിക്കുമെന്നും മരണത്തെ പ്രണയിക്കണമെന്നും ഈ പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ ചേർത്തിരിക്കുന്നു. ഇതൊരു വിചിത്രമായ ആത്മഹത്യയായാണ് തോന്നിയത്. അത് ഇത്തരമൊരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ.